നമസ്കാരം. ഇന്നെനിക്ക് വളരെ സ്പെഷ്യലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ മോളുടെ ആദ്യമായിട്ട് ഞങ്ങൾ കുളിപ്പിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നിപ്പം കുളിപ്പിക്കുന്നത് കുറച്ച് ലേറ്റായി. ഇന്നിപ്പം 17ാമത്തെ ദിവസമാണ്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് പതുക്കെ കുളിപ്പിച്ചാൽ മതി. എക്സ്പെഷ്യലി വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ ആ ഒരു വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇന്നാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കുളിപ്പിക്കാനും പറ്റുന്നുണ്ട്. ഞാനല്ല കുളിപ്പിക്കാനായിട്ട് നമ്മുടെ സമേത ആയുർവേദ ക്ലിനിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവർക്ക് കോഴിക്കോട് ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്തും ബ്രാഞ്ചുണ്ട്. അപ്പം ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ നിന്നാണ് ഇന്നിപ്പോൾ ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ആക്ച്വലി ഷെറിലിനെയും അവർ തന്നെയാണ് വേദെല്ലാം ഇട്ട് ഫുൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കുളിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് എൻ്റെ മോളുടെ കുളി കാണാം. ഏതാണ് നമുക്ക് കുളിപ്പിച്ചിട്ട് ഇതെല്ലാം കഴുകി വെച്ചതല്ലേ, ഇന്ന് നമുക്ക് കുളിപ്പിച്ചിട്ട് ഏതിടാം? വൈകുന്നേരം നമ്മൾ വൈറ്റെല്ലാം ഇട്ടുകൊണ്ടിരുന്നു. 16 ദിവസം കഴിഞ്ഞുകൊണ്ട് ഇത് ഇട്ടിട്ട് കൊടുക്കാം. നീലയാ? നീല വേണ്ട, പിങ്ക് ഉണ്ടോ? ഇത് വേണ്ട. ഇതെന്താ? അത് ഡൈപ്പർ, തുണിയുടെ ഡൈപ്പർ. കൊള്ളാം കേട്ടോ, തുണിയുടെ ഡൈപ്പറാണ്. എല്ലാവരും ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കുളിക്കാം. നീയാണോ കുളിപ്പിക്കുന്നത്? അതെ. നമ്മുടെ ബേബി ബോഡി ഓയിലാണ്. മുഖം തൊടുന്ന ഇഷ്ടമല്ല. എല്ലാവരും പറഞ്ഞതാണ് കുളിപ്പിക്കുമ്പോൾ നല്ല പോലെ ഫേസ് പുരുട്ടിയെടുക്കണം, മൂക്ക് പിടിക്കണം, ചുണ്ടിന്റെ അവിടെ അമർത്തണം. സമേത ബേബി ഹെയർ ഓയിൽ. ഇത് നമ്മൾ ബേബീനെ കുളിപ്പിക്കുന്ന വെള്ളമാണ്. 40 വെള്ളത്തിലാണ് വാവേനെ കുളിപ്പിക്കുക. ബേബി ബോഡി സോപ്പാണ്. നമ്മൾ വാട്ടർമെലനും ക്യാരറ്റിലും വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്.
അപ്പം എൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രീം എനിക്കൊന്നും ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു ഡ്രീമാണ് ഇനി എനിക്ക് ചെയ്യാനുള്ളത്. വേറൊന്നുമല്ല, ചെന്ന് നോക്കുന്നേ എൻ്റെ മോളുടെ കരി വരയ്ക്കണം. അത് അച്ഛന്മാരല്ല വരയ്ക്കുന്നതെന്ന് എനിക്കറിയാം പൊതുവിൽ. പക്ഷേ എനിക്കെന്തോ ഇവളുടെ കരി ഞാൻ ആദ്യം വരയ്ക്കണം എന്നൊരാഗ്രഹം. ഒരുപക്ഷെ ഒരുപാട് പേർക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ടാവാം, ഒട്ടും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ ചെയ്യും. പക്ഷേ ഇന്ന് എനിക്കത് ചെയ്യാം. അപ്പം ഞാൻ ഇന്നലെ തന്നെ ഞങ്ങൾ കരിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കൊച്ചിനായിട്ട് ഞാനും ഷെറിൻ്റെ അമ്മയും ഒക്കെ ചേർന്നിട്ട് കരി ഉണ്ടാക്കി. അപ്പം ആ കരിയാണ് ഞാൻ ഇന്നിപ്പോൾ മോക്ക് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഭയങ്കര സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കരി ചെയ്തിരിക്കുന്നത് അല്ലേ അമ്മ? എന്തൊക്കെയായിരുന്നു അതൊക്കെ? വെറ്റില ചാറും നാരങ്ങ നീരും മിക്സ് ചെയ്ത് നമ്മൾ കോട്ടൺ തുണി ആ നീരിനകത്ത് മുക്കി വെയിലത്തിട്ട് ഉണക്കി. ആ ഉണങ്ങി വന്ന തുണി നമ്മൾ എണ്ണയ്ക്കകത്ത് കരിയാക്കിയെടുത്ത് കരിവിളക്കിൽ വെച്ച് കത്തിച്ച് ചട്ടിയിൽ മൺചട്ടി വെച്ച് അതിൽ കരിയെടുത്തു. അതിനെ ഇനി നമ്മൾ ഇതിലോട്ട് മാറ്റി എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കും. നമ്മൾ നിറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ടാണ് ആ എണ്ണ വിളക്കിയത് എടുത്ത് ഇത്രയും കരിയാക്കിയത്. അപ്പോൾ ഇതിൽ ഒരുപാട് കരിയുണ്ട് കേട്ടോ. 7 വെറ്റില ചാറും ഒരു നാരങ്ങയുടെ ജ്യൂസും നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അതെ അതെ, നല്ല ഫ്രഷ് കരിയാണ്. ഒന്നും പ്രത്യേകിച്ച് ഒരു മോശമില്ല. ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തു. അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ ചെയ്ത. ഞാനും അമ്മയും കൂടെയാണ് ഈ പണി ഇപ്പോൾ ഒപ്പിച്ചിരിക്കുന്നത്. ഇതയുടെ കയ്യിൽ നല്ല കരിയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നമ്മളുടെ ഒരു ആഗ്രഹമായിട്ട് നമ്മൾ ആദ്യത്തെ കരിക്ക് വേണ്ടി സ്വന്തമായിട്ട് ചെയ്തു. നമ്മളെ വീട്ടിലുണ്ടാക്കിയത് തന്നെ എടുക്കുന്നു. അപ്പം അതെല്ലാം നല്ല ഒരു ക്രീം പരുവമായിട്ടുണ്ട് കരി. ഇതിനി ഇതുപോലത്തെ ഒരു ചെറിയൊരു കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണ്. അപ്പം നമ്മൾ കൊച്ചിന് ചെയ്യും മുമ്പ് സത്യത്തിൽ ഞാൻ 1000 റൈഡിന് ചെയ്താലും ഇല്ലാത്ത ടെൻഷനാണ്. ഞാൻ ആദ്യമായിട്ട് ട്രയൽ റിഹേഴ്സൽ ചെയ്യുവാണ് കേട്ടോ കൊച്ചിന് ചെയ്യും മുമ്പ്. അപ്പം നിഖിലിൻ്റെ മുഖത്ത് ഇവിടെ വരച്ച് പൊട്ടും കുത്താം. നമുക്ക് കൊച്ചിന് വേണ്ടിയാണ് ഞാൻ ട്രയൽ ചെയ്തിരിക്കുന്നത്. കുത്തു വെച്ചോട്ടെ. ആ ബഡ്സ് എൻ്റെ മോളുടെ ആദ്യത്തെ മേക്കപ്പാണ് ഞാൻ ചെയ്തത്. എങ്ങനെയാണോ? കറി വരച്ചത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അയ്യോ, ഇതെന്തോ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞിന്റെ മുഖത്ത്? കരി വരച്ച് സുന്ദരിയാക്കാൻ പറഞ്ഞപ്പോ എല്ലാരെയും സുന്ദരിയാക്കുന്ന ആള്
പടർത്തി ഇത് മേളിലൊക്കെ വരച്ചിരിക്കുന്നു. എൻ്റെ മോള് സുന്ദരിയാണല്ലോ അതുകൊണ്ട്. പക്ഷേ ഇത് ഞാൻ വരയ്ക്കപ്പോൾ പേടിച്ചു പോയി. ഞാൻ ഇങ്ങനെ ഇത്രയും കൊച്ചു കുഞ്ഞിനെ ആദ്യമായിട്ടല്ലേ വരയ്ക്കും. മാത്രമല്ല എൻ്റെ മേക്കപ്പ് ബോക്സും അല്ല, അതാണ് എൻ്റെ പ്രശ്നം. പക്ഷേ ഞാനിനി 28 അവളെ ഞാൻ സുന്ദരിയാക്കി തരാം, പോരെ? ഓ ശരി. ഇപ്പൊ പക്ഷേ ഇങ്ങനെയൊക്കെ മതി ആക്ച്വലി. അല്ലെങ്കിൽ ഇതല്ലേ സൗന്ദര്യം.